ഹലോ ഓൾ. അപ്പം ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 4 എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വ്ളോഗ് ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഇന്ന് നടന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നടക്കുന്ന കാര്യം നമ്മൾ ഇന്നലെ പ്രമോല് കണ്ട കാര്യമാണ്. അതായത് നമ്മുടെ ശൈത്യനെ റെഡ് സോണിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹൗസ് മേറ്റ്സ് നോക്കുന്നുണ്ട്, അപ്പാനി അക്ബറൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. കാരണം ശൈത്യ എത്തുന്നതിന് തൊട്ട് മുമ്പ് ശൈത്യ ചാടി എണീക്കുകയും അങ്ങനെ അവരുടെ ആ പ്ലാന് ഫ്ലോപ്പായി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ രേണുസുതിയുടെ, അതായത് ഇന്നലത്തെ അക്ബറിന്റെ പരാമർശം, അത് രേണുസുതി ഇന്നലെ മുതലേ വുമൻ കാർഡ് കളിക്കുന്നുണ്ട്. ഇന്നത് രേണുസുതി മൊത്തത്തിലെങ്കിൽ വുമൻ കാർഡ് കളിക്കാൻ നോക്കിയത് അത് നമ്മൾ അനുമോളൊക്കെ ചേർന്ന് പൊളിക്കുന്നുണ്ട്. കാരണം അനുമോള് പറയുന്നുണ്ട് എല്ലാ സ്ത്രീകളെയല്ല കളിയാക്കുന്നത്, രേണുസുതിന്റെ വ്യക്തിയെ മാത്രമാണ് കളിയാക്കിയത്, എല്ലാ വിധവകളെയും വെച്ച് പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ആ രേണുസുതിയുടെ ആ ഒരു വുമൻ കാർഡ് അവിടെ പൊളിയുന്നുണ്ട്. അതിനുശേഷം നടക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി, അതായത് ഡിബേറ്റ്, സ്റ്റാർ മാച്ചിന് വേണ്ടിയിട്ടുള്ള ഡിബേറ്റ് നമ്മുടെ നെവിൻ വിൻ ചെയ്തു. കാരണം നമ്മുടെ ഐ തിങ്ക് ആ കുട്ടിയുടെ പേര് കിട്ടുന്നില്ല, സോറി, നമ്മുടെ ഹിന്ദി ബിഗ് ബോസുകാരി, പിന്നെ നെവിനുമായിട്ടാണ് അവിടെ ഫസ്റ്റ് ഡിബേറ്റ് നടക്കുന്നത്. അതിൽ നെവിൻ ജയിച്ചു. ഇവർ ലാസ്റ്റാണ് ഇവർ വോട്ടെടുപ്പ് നടക്കുന്നത്, അത് ഡിബേറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ ശാരികയും നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസും തമ്മിലുള്ള ഡിബേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒണിയലും നമ്മുടെ ആര്യനും തമ്മിലുള്ള ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ ബാൻഡ് കയ്യിലുള്ളവർ, അതായത് ആര്യനും നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് അവർ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നെവിനും നമ്മുടെ ഹിന്ദി ബിഗ് ബോസുകാരിയും തമ്മിലുള്ള പേര് എനിക്ക് കിട്ടുന്നില്ല, സോറി കേട്ടോ. ഒത്തിരി എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള പേര് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെ അതിൽ നെവിനാണ് ജയിക്കുന്നത്. പക്ഷെ അത് ആ കുട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായി പോയി. കാരണം അവിടെ ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്നു. അങ്ങനെ അബിയൊക്കെ ചേർന്ന് കൂടുതൽ ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ ഫ്രസ്ട്രേഷൻ അവിടെ ഫുള്ള് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നടന്നത് നമ്മുടെ ടാസ്ക്, പണിപ്പുര ടാസ്ക്, ആ പണി ടാസ്കിൽ വിൻ ചെയ്തത് അക്ബറാണ്. ആ രണ്ട് കോയിൻ ടാസ്കിന്റെ ആ 2 റൗണ്ടിലും വിൻ ചെയ്തിരിക്കുന്ന അക്ബറാണ്. അങ്ങനെ അക്ബർ ഇതിലേക്ക്, അതായത് പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടി യോഗ്യത നേടി. എനിക്ക് തോന്നുന്നു നാളെ ആയിരിക്കും അക്ബർ പണിപ്പുരയിലേക്ക് പോകുന്നത്, സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അക്ബറാണ് ഈ ടാസ്കിൽ വിജയിച്ചത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. കാരണം ഈ പുറത്ത് കിടക്കുന്നവരുടെ ഇതിലെ ഈ അബിയും അക്ബറാണ് കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്തത്. അപ്പം അക്ബറാണ് ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്തത്. അങ്ങനെ അവിടെ 2 കോയിൻസ് ബിഗ് ബോസ് കൊണ്ടുവന്നു. അതിലൊരു ഗോൾഡ് കോയിനും ഒന്നൊരു ബ്ലൂ കളർ കോയിനും ആയിരുന്നു. അതിൻ്റെ പേരും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, സോറി. അങ്ങനെ ആ കോയിൻ്റെ ഇതിൽ ഗോൾഡ് കോയിൻ നമ്മുടെ അബിക്ക് കൊടുത്തിട്ട് അക്ബർ ആ ഒരു ബ്ലൂ കളർ ആ കോയിൻ എടുത്തു. അപ്പോൾ ആ കോയിനായിരുന്നു സൂപ്പർ പവർ ഉണ്ടായിരുന്നത്. അങ്ങനെ അക്ബർ ഒരാളെ നോമിനേഷനിലേക്ക്, അതായത് നോമിനേഷനിലേക്ക് ഇടുന്നത് അബിയാണ്. അബി നോമിനേഷനിലേക്ക് ഇടുന്നത് നമ്മുടെ ഷാനവാസിനെയാണ്. പിന്നെ അതുപോലെ തന്നെ അക്ബർ ഒരാളെ നമ്മുടെ പുറത്ത് കിടക്കുന്ന നൈറ്റ് ടാസ്കിലോട്ട് സജസ്റ്റ് ചെയ്തു, സ്വിച്ച് ചെയ്തു. അങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് ഷാനവാസിനെ സ്വിച്ച് ചെയ്ത് മുൻഷി രഞ്ജിത്തിനെ ആ ടാസ്കിലോട്ട് ഇടുകയൊക്കെ ചെയ്തു. അത് മാത്രമല്ല, അപ്പാനി ഗ്യാങ്ങും ഇന്നലെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ബിന്നി സെബാസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. കാരണം അതിന് അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഷാനവാസ് ഈ ടാസ്കിൽ നിന്ന് പോയല്ലോ, സ്വിച്ച് ചെയ്ത് പോയല്ലോ. അപ്പം ഷാനവാസിൻ്റെ അത് ഉറക്കം കള്ളത്തരമായിരുന്നു. അപ്പം ഇവരെല്ലാം ഉറക്കം ഉളച്ച് ഷാനവാസിന് വേണ്ടി ഇരുന്നതെല്ലാം മണ്ടന്മാരായി. അങ്ങനെ ഒരു ഫീലിൽ അവിടെ RJ ബെൻസി ഷാനവാസ് തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ശരിക്കും ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇവർ കളിച്ച് കയറി വരുന്നുണ്ട്. ഇപ്പോഴും കളിക്കാതെ ഇരിക്കുന്ന കുറേ പേര്, സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഇരിക്കുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു യോണിയിലൊക്കെ സേഫ് ഗെയിമായിട്ട് ഇരിക്കുന്നവരാണ്. അവരൊന്നും ഇറങ്ങി അങ്ങനെ കളിക്കുന്നില്ല, മുൻഷിയും ഇറങ്ങി കളിക്കുന്നില്ല. ഏതായാലും അവരൊക്കെ ഇനി കളിക്കുന്നത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തായാലും ഇവരായിട്ട് കുടയും തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവർ ലാസ്റ്റ് കിടക്കുന്നത് വരെയാണ്, അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ റിവ്യൂ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഞാൻ
പറഞ്ഞതിന് ആവർത്തിക്കുകയാണ്, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ വ്ളോഗിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. ഓക്കെ, താങ്ക് യു.